വീക്കെൻഡ്സിൽ ഞങ്ങൾ പുറത്തുപോയി കഴിക്കാറാണ് പതിവ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് സഫാരി മാളിൽ റീസെൻ്റായി സ്റ്റാർട്ട് ചെയ്ത ദേ പുട്ട് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ ഔട്ട്ലെറ്റ് ഷാർജയിലാണ് കേട്ടോ. ഇതുകൂടാതെ ദുബായ്, ദോഹ, ജിദ്ദ, പിന്നെ നമ്മുടെ കൊച്ചിയിലും ഉണ്ട്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം പുട്ടെന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്കൊരു വികാരമാണല്ലേ. അപ്പോൾ ഇവിടെ വെറൈറ്റി പുട്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു കൗതുകം. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. നിറയെ മലയാളീസാണ്, ഇഷ്ടം പോലെ മലയാളീസാണ്. നമ്മൾ സാധാരണയായി കഴിക്കുന്ന ചെമ്പപ്പുട്ട്, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റവ പുട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഈ മെനു ബുക്കിൽ നോക്കിയപ്പോൾ ഭയങ്കര യുണീക്കായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഈ മെനുവിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായിട്ടോ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം, കുഞ്ഞിക്കൂനൻ പുട്ട്, ശൃംഗാരവേലം പുട്ട്, രസികം പുട്ട്, അങ്ങനെ ദിലീപ് ഏട്ടൻ്റെ പല മൂവി നെയിംസാണ് ഇവർ പുട്ടിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ലാത്ത ആളായത് കാരണം ജസ്റ്റ് ഒരു സ്മൈലിൽ ഒതുക്കിയ ആൾ. അങ്ങനെ ഞങ്ങളുടെ ബീഫ് പുട്ടെത്തി. വെറൈറ്റി പുട്ട് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന അവസാനം എപ്പോഴും കഴിക്കുന്ന അതേ ഐറ്റം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി തന്നെയായിരുന്നു. പക്ഷേ വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് തോന്നി. എങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ പുട്ട്, പപ്പടം, ബീഫ് കൂട്ടി നന്നായിട്ട് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം അതിനടുത്തുള്ള ഷോപ്സിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ അക്വേറിയംസ് വെച്ചിരിക്കുന്ന ഷോപ്പിൽ കയറി. അവിടെ പല ടൈപ്പ് ഫിഷസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സെയിലിനാണ് കേട്ടോ. പിന്നെ ചെറിയ ബൗളിലാക്കി നമുക്ക് റേറ്റ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്തു തരും. അങ്ങനെയും കുറച്ച് പേര് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊതുവേ നമ്മൾ ലേഡീസിനായിരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യാനും കൂടുതൽ താല്പര്യം. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. എൻ്റെ വോയിസ് ഓവറിലുള്ള മിസ്റ്റേക്സ് എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.